നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കശ്മീർ പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരചരമമടഞ്ഞ ജവാൻ വസന്തകുമാറിന് നാടിന്റെ കണ്ണീർ പ്രണാമം. ലക്കിടി സ്വദേശി CRPF ജവാൻ വസന്തകുമാറിന്റെ ഭൗതിക ശരീരം നാളെ ഉച്ചയോടെ സംസ്ഥാന സൈനിക ബഹുമതികളോടെ തൃക്കൈപ്പറ്റയിൽ സംസ്കരിക്കും. അനുശോചനമറിയിച്ച് നാടൊന്നാകെ. നെന്മേനി പഞ്ചായത്ത് മംഗലം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് അട്ടിമറി വിജയം. ഇടതുഭരണ സമിതിക്ക് ഇനി കോൺഗ്രസ് പ്രസിഡന്റ്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷിഭേദമില്ലാതെ സഹകരിക്കുമെന്ന് പത്മനാഭൻ. ജയിച്ച് മണിക്കൂറുകൾക്കകം സത്യപ്രതിജ്ഞ. ജില്ലയിൽ കാർഷിക വികസന സമിതി രൂപീകരിച്ചു. ജില്ലയിൽ പൊഴുതന പഞ്ചായത്ത് പ്രസിഡന്റ് NC പ്രസാദും പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശും അംഗങ്ങൾ. നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാത അട്ടിമറിക്കെതിരെ ഫെബ്രുവരി 16 സായാഹ്ന ധർണ. റെയിൽപാത അട്ടിമറി വയനാട്ടുകാരോടുള്ള വെല്ലുവിളിയെന്ന് ആക്ഷൻ കമ്മിറ്റി. തോട്ടം തൊഴിലാളികളുടെ വേതന വർധനവ് അനന്തമായി നീളുന്നു. ആശ്വാസവേതനം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് INTUC. വിശദാംശങ്ങളിലേക്ക്. ധീരപുത്രന് ആദരാഞ്ജലികൾ. ധീരജവാന് നാടിന്റെ കണ്ണീർ പ്രണാമം. കാശ്മീർ പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരചരമമടഞ്ഞ ജവാൻ BV വസന്തകുമാറിന് വയനാടിന്റെ കണ്ണീർ ആദരം. ലക്കിടി സ്വദേശിയായ വസന്തകുമാർ CRPF 82 ബറ്റാലിയനിലെ അംഗമായിരുന്നു. വസന്തകുമാറിന്റെ ഭൗതിക ശരീരം നാളെ രാവിലെ 8:55 കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചേരും. ലക്കിടി ഗവൺമെന്റ് LP സ്കൂളിൽ പൊതുദർശനത്തിന് വച്ച ശേഷം തൃക്കൈപ്പറ്റ മുക്കംകുന്നിൽ സംസ്ഥാന സൈനിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടത്തും. ജവാന്റെ വേർപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ഇന്നലെയാണ് പുൽവാമയിൽ 42 പേരുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തിൽ വയനാട് ലക്കിടി വാഴക്കണ്ടിയിൽ പരേതനായ വാസുദേവന്റെയും ശാന്തയുടെയും മകൻ VV വസന്തകുമാർ വീരചരമമടഞ്ഞത്. CRPF 82 ബറ്റാലിയനിലെ അംഗമായിരുന്നു വസന്തകുമാർ. ജവാന്മാർ സഞ്ചരിച്ചിരുന്ന CRPFന്റെ 76 നമ്പർ ബറ്റാലിയൻ HR 49 F0637 ബസ്സാണ് ചാവേറാക്രമണത്തിൽ പൂർണ്ണമായും തകർന്നത്. ഇന്ന് പുലർച്ചെയോടെ വസന്തകുമാറിന്റെ മരണം സ്ഥിരീകരിച്ച സൈനിക വൃത്തങ്ങൾ ജില്ലാ ഭരണകൂടത്തെയും കുടുംബത്തെയും വിവരമറിയിച്ചു. ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാനുള്ള ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഡൽഹിയിൽ നിന്നും നാളെ പുലർച്ചെ 5:30 ലക്കിടിയിലെ വീട്ടിലെത്തിക്കാനാവുമെന്നാണ് കരുതുന്നത്. തുടർന്ന് ബന്ധുമിത്രാദികൾക്ക് കാണാനുള്ള സൗകര്യമൊരുക്കുകയും ശേഷം വസന്തകുമാർ 4ാം തരം വരെ പഠിച്ച ലക്കിടി ഗവൺമെന്റ് LP സ്കൂളിലും എത്തിക്കും. അതിനുശേഷം തറവാട്ട് വീടായ തൃക്കൈപ്പറ്റയിൽ സംസ്കാരം നടക്കുമെന്നാണ് അറിയുന്നത്. സൈന്യത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ഈ രീതിയിൽ നാളെ ഉച്ചയോടെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കാനാകുമെന്നാണ് ഇപ്പോൾ നൽകാവുന്ന സൂചനകൾ. ഷീനയാണ് വസന്തകുമാറിന്റെ ഭാര്യ. 2 മക്കളുണ്ട്. സേവന കാലയളവ് അവസാനിക്കാൻ 2 വർഷം മാത്രമാണ് വസന്തകുമാറിന് ബാക്കിയുണ്ടായിരുന്നത്. ഫെബ്രുവരി 9 നാട്ടിലെത്തിയ ഇദ്ദേഹം കാശ്മീരിലേക്ക് യൂണിറ്റിനൊപ്പം യാത്ര തിരിക്കുകയായിരുന്നു. നാട്ടുകാർക്ക് പ്രിയങ്കരനും സുപരിചിതനുമായ വസന്തകുമാറിന്റെ വേർപാട് കനത്ത ദുഃഖമാണ് നാട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുജനങ്ങൾക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. വയനാട് വിഷൻ, വൈത്തിരി. നാടിന്റെ പ്രിയങ്കരനായിരുന്ന വസന്തകുമാറിനെ കുറിച്ച് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചെറുപ്പം മുതലേ വസന്തകുമാറിനെ അറിയുന്ന ആളുമായ V ഉഷാകുമാരി ഓർക്കുകയാണ് ഏറെ വേദനയോടെ. നമ്മൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ശ്രീനഗറിൽ നടന്നിട്ടുള്ള ഈ സ്ഫോടനത്തെ പറ്റി അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അപ്പോഴും നമ്മുടെ നാട്ടിലൊരാൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ അറിയില്ലായിരുന്നു. പിന്നീട് രാത്രിയോടുകൂടിയാണ് മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വാർത്ത പ്രചരിപ്പിച്ചതും അതിലൊരു മലയാളി ഉണ്ടെന്നും അവസാനം നമ്മുടെ പ്രദേശത്തുള്ള നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ വാസുവേട്ടൻ്റെ മകൻ വസന്തൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നാടാകെ വല്ലാത്തൊരു പ്രയാസത്തിലാണ്. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തതാണ്. നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ രാജ്യത്തെ കാക്കുന്നതിന് വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്ന ജവാന്മാർ ഇത്തരം അപകടത്തിൽ പെടുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയാണ് തരുന്നത്. പ്രത്യേകിച്ച് വസന്തനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ വസന്തന് 10 വയസ്സുള്ളപ്പോൾ മുതൽ വസന്തനെ അറിയുന്നതാണ്. വളരെ സൗമ്യനും അതുപോലെ തന്നെ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു പ്രകൃതമായിരുന്നു. നല്ലൊരു ഫുട്ബോളറാണ്.
പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ 18 വയസ്സായപ്പോൾ തന്നെ മിലിറ്ററിയിൽ CRPF സെലക്ഷൻ കിട്ടി അങ്ങനെ പോയതാണ്. എന്നാലും അവധിക്ക് വരുമ്പോഴൊക്കെ ഞങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനും വളരെ സ്നേഹത്തോടെ ഉള്ള ആ പെരുമാറ്റം നമ്മളെയൊക്കെ വല്ലാതെ ആകർഷിച്ചിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു വിയോഗം അറിഞ്ഞപ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നാടാകെ ദുഃഖത്തിലാണ് എന്ന് തന്നെ പറയാം. ധീരജവാന്റെ വിയോഗത്തിൽ കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ, മാനന്തവാടി MLA OR കേളു തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. വസന്തകുമാറിന്റെ നഷ്ടം വ്യക്തിപരമായി കുടുംബത്തിന്റെ നഷ്ടം മാത്രമല്ലെന്നും രാഷ്ട്രത്തിന്റെ തന്നെ നഷ്ടമാണെന്നും IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട വസന്തകുമാർ ഇന്ന് നമ്മുടെ നാടിനോടും രാജ്യത്തിനോടും വിട പറഞ്ഞ് ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖവും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പട്ടികവർഗ കുടുംബത്തിൽ ജനിച്ച് ഒരു സൗമ്യനായ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ജോലി ചെയ്യുന്ന ആളായിരുന്നു വസന്തകുമാർ. അദ്ദേഹത്തിന് ജോലി സംബന്ധമായ പ്രമോഷൻ ലഭിച്ചു. പ്രമോഷൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അമ്മയോടും ഭാര്യയോടും മക്കളോടും അച്ഛൻ്റെ ബന്ധുമിത്രാദികളോടൊക്കെ യാത്ര പറഞ്ഞ് അദ്ദേഹം ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോയതാണ്. ഇന്നലെ വലിയ അക്രമമുണ്ടായ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. ഇന്ന് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ ജില്ലയും വലിയ ദുഃഖത്തിലാണെന്ന്. മറ്റു വാർത്തകളിലേക്ക്. നെന്മേനി പഞ്ചായത്ത് മംഗലംപാട് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് അട്ടിമറി വിജയം. UDF സ്ഥാനാർത്ഥി പത്മനാഭന് LDF സ്ഥാനാർത്ഥി പുഷ്പവല്ലിയേക്കാൾ 161 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചു. ഇതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം UDF കരസ്ഥമാക്കി. നെന്മേനി പഞ്ചായത്ത് മംഗലം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി പത്മനാഭന് അട്ടിമറി വിജയം. LDFലെ പുഷ്പവല്ലിയേക്കാൾ 161 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പത്മനാഭൻ വിജയിച്ചത്. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 50.66% വോട്ടുകളാണ് UDF നേടിയത്. 651 വോട്ടുകളാണ് UDFന് ലഭിച്ചത്. LDFലെ പുഷ്പവല്ലിക്ക് 490 വോട്ടുകൾ ലഭിച്ചു. BJP സ്ഥാനാർത്ഥി ഷിനോജിന് 144 വോട്ടുകളാണ് ലഭിച്ചത്. LDFന് 38.1%, BJPക്ക് 11.2% വോട്ടുകളുമാണ് ലഭിച്ചത്. 12.52% വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. ഈ വിജയത്തോടെ നെന്മേനി പഞ്ചായത്തിൽ LDFന് 14 മെമ്പർമാരും UDFന് 9 മെമ്പർമാരുമായി. LDFന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെങ്കിലും പ്രസിഡന്റ് സ്ഥാനം സംവരണമായതിനാലാണ് UDFിൽ നിന്ന് ജയിച്ച പത്മനാഭൻ പ്രസിഡന്റ് സ്ഥാനത്തിന് അർഹനാകുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മറ്റു മെമ്പർമാരില്ലാത്തതിനാലാണ് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായതും. എന്തായാലും നെന്മേനി പ്രസിഡന്റ് സ്ഥാനം UDF നേടിയെടുത്തു എന്ന് തന്നെ പറയാം. വയനാട് വിഷൻ, ചീരാൽ. കുപ്രചരണങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണ് തന്റെ വിജയമെന്ന് പത്മനാഭൻ. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷിഭേദമില്ലാതെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ പഞ്ചായത്തുള്ള എല്ലാവർക്കും ഉണ്ടാവും പ്രസിഡന്റ് സ്ഥാനത്ത് എന്നുള്ള നിലയിൽ. ഏതായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പല പ്രചരണങ്ങളും കൊണ്ടും എന്നെ പരാജയപ്പെടുത്താൻ പലരും ശ്രമിച്ചു. അവർക്കൊക്കെ ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത്. എല്ലാവിധ സഹായങ്ങളും പഞ്ചായത്തിലെ എല്ലാ ഭരണസമിതിയിലും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. ജനങ്ങൾക്ക് വേണ്ടി, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പാർട്ടി നോക്കാതെ തന്നെ പ്രവർത്തിക്കും. നെന്മേനി മംഗലംപാട് ഉപതെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനങ്ങൾക്കിടെ നേരിയ സംഘർഷം. ആഹ്ലാദ പ്രകടനങ്ങൾക്കിടെ സമീപത്തെ കാറിൽ കൈകൊണ്ടിടിച്ചു എന്നാരോപിച്ചാണ് സംഘർഷമുണ്ടായത്. തുടർന്ന് LDFും UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിന്നീട് ഇരു വിഭാഗങ്ങളിലെ നേതാക്കളും പോലീസും ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. ജയിച്ച് മണിക്കൂറുകൾക്കകം സത്യപ്രതിജ്ഞയ്ക്ക് അവസരമൊരുക്കി നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് മേരി ടീച്ചർ. AROയും പഞ്ചായത്ത് സെക്രട്ടറിയുമായ സനൽകുമാർ മുമ്പാകെ വിജയിച്ച സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ഉടൻ പ്രസിഡന്റിനെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ മെമ്പറായി സത്യപ്രതിജ്ഞയ്ക്ക് അവസരമൊരുക്കുകയുമായിരുന്നു. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ മുമ്പാകെ പ്രസിഡന്റ് ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ ഏറ്റുചൊല്ലി നെന്മേനി 15ാം വാർഡ് മെമ്പറായി പത്മനാഭൻ അധികാരമേറ്റു. നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്ന പത്മനാഭൻ അമ്പലക്കുളത്ത്
ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി ജില്ലകളിൽ രൂപീകരിച്ച കാർഷിക വികസന സമിതികളിൽ തെരഞ്ഞെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവായി. തൃശൂർ ഒഴികെ മറ്റു ജില്ലകളിൽ 2 വീതം പഞ്ചായത്ത് പ്രസിഡന്റുമാരെയാണ് സമിതിയിൽ ഉൾപ്പെടുത്തിയത്. ജില്ലയിൽ പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശും പൊഴുതന പഞ്ചായത്ത് പ്രസിഡന്റ് NC പ്രസാദുമാണ് അംഗങ്ങൾ. സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായാണ് ജില്ലകളിൽ രൂപീകരിച്ച കാർഷിക വികസന സമിതികളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത 2 പ്രസിഡന്റുമാരെയാണ് ഉൾപ്പെടുത്തുക. വയനാട് ജില്ലയിൽ പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശിനെയും പൊഴുതന പഞ്ചായത്ത് പ്രസിഡന്റ് NC പ്രസാദിനെയുമാണ് സമിതി അംഗങ്ങളായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. വയനാട് പോലുള്ള കാർഷിക ജില്ലയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും കാർഷിക വികസന സമിതികളിൽ അംഗങ്ങളാവുന്നത് കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പ്രളയം, കാലാവസ്ഥാ വ്യതിയാനം ഇവയൊക്കെ കാരണം ഏറെ ദുരന്തമനുഭവിക്കുന്ന ജില്ലയാണ് വയനാട്. എല്ലാ വിളകളും തകർന്ന് കർഷകർ ദുരിതത്തിലാണ്. ഈ സാഹചര്യത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരെ സമിതികളിൽ ഉൾപ്പെടുത്തി അവർക്കാവശ്യമായ സഹായങ്ങൾ പെട്ടെന്ന് കർഷകർക്ക് എത്തിക്കാനാവും. ഇത് കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. നഞ്ചൻകോട് വയനാട് നിലമ്പൂർ റെയിൽപാത അട്ടിമറിക്കെതിരെ ഫെബ്രുവരി 16-ന് കൽപ്പറ്റ വിജയ പമ്പ് പരിസരത്ത് നീലഗിരി വയനാട് NH ആൻഡ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാങ്കേതികമായും സാമ്പത്തികമായും നിരവധി വെല്ലുവിളികൾ നേരിടുന്ന തലശ്ശേരി മൈസൂർ റെയിൽപാതയ്ക്ക് വേണ്ടിയും കണ്ണൂർ ജില്ലയുടെ പ്രാദേശിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയുമാണ് അട്ടിമറി നടക്കുന്നത്. വയനാടൻ ജനതയോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഈ അട്ടിമറിയെ കാണേണ്ടതെന്നും ഭാരവാഹികൾ പറഞ്ഞു. തലശ്ശേരി മൈസൂർ റെയിൽപാത നടപ്പാക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. വയനാട്ടിലൂടെ 2 റെയിൽപാതകൾ വരുന്നതിനും വയനാട്ടിൽ ആരും എതിർക്കുന്നുമില്ല. പക്ഷേ ഒരു അനുമതിയും ലഭിക്കാത്ത, സാമ്പത്തികമായി യാതൊരു വിധത്തിലും പ്രായോഗികമല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ള തലശ്ശേരി മൈസൂർ റെയിൽപാത നടപ്പാക്കാനുള്ള വ്യഗ്രതയിൽ നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാതയും തലശ്ശേരി മൈസൂർ റെയിൽപാതയും പരസ്പരം കൂട്ടിക്കെട്ടി 2 പാതയും ഇല്ലാതാക്കുന്ന ഈ ഒരു സമീപനത്തിനെതിരെയുള്ള സമരമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തോട്ടം തൊഴിലാളികളുടെ വേതന വർധനവ് സംബന്ധിച്ച തീരുമാനം അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ആശ്വാസവേതനം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം INTUC നേതൃത്വമാണ് ആവശ്യവുമായി രംഗത്തെത്തിയത്. 301 രൂപയാണ് തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ ദിവസവേതനം. അതുതന്നെ മുൻ ഗവൺമെന്റ് ഒരു വിജ്ഞാപനത്തിലൂടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതാണ്. 2016 ഒക്ടോബർ 14-നായിരുന്നു അത് സംബന്ധിച്ച സർക്കാർ വിജ്ഞാപനം ഇറങ്ങിയത്. 2015 നടന്ന മൂന്നാർ സമരവും അതിന് തുടർച്ചയായി സംസ്ഥാന വ്യാപകമായി നടന്ന സംയുക്ത സമരങ്ങളുടെയും ഒക്കെ ഫലമായിട്ടായിരുന്നു സർക്കാർ നോട്ടിഫിക്കേഷൻ. തൊഴിലാളികളുടെ വേതന കരാർ കാലാവധി 2017 ഡിസംബർ 30 കഴിഞ്ഞതാണ്. അതിനു മുമ്പ് തന്നെ പുതിയ കരാറിന് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചതാണ്. 2019 ഫെബ്രുവരി 12 നടന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിൽ ദിവസം 40 രൂപ വർധന വരുത്താൻ തോട്ടമുടമകൾ സമ്മതിച്ചുവെന്നാണ് സൂചന. അത് ഡിമാൻഡിന്റെ അടുത്തെങ്ങും എത്തുന്നില്ല. ഈ സാഹചര്യത്തിൽ പ്രശ്നം അനന്തമായി നീളുകയാണ്. ഈ സാഹചര്യത്തിലാണ് ദുരിതമനുഭവിക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് ആശ്വാസ വേതനം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമുയരുന്നത്. മാനേജ്മെൻറ്റുമായിട്ട് മാരത്തോൺ ചർച്ചകൾ കേരളത്തിൽ നടക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു റിസൾട്ടും തൊഴിലാളിക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള രീതിയിൽ അവസാനമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശം സ്വീകരിച്ചിരിക്കുന്നത് പണിമുടക്ക് മാറ്റിവെക്കുകയാണ്. ഇവിടുത്തെ ഇൻഡസ്ട്രിയുടെ സ്ഥിതി എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്ന അടിസ്ഥാന വേതനം തൊഴിലാളിക്ക് മിനിമം വേതനം കിട്ടണം. അത് കൊടുക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൊടുക്കുന്നത് കൊടുത്ത് ബാക്കി ആശ്വാസ വേതനം ഗവൺമെൻറ് തൊഴിലാളിക്ക് കൊടുക്കണം. കയർ മേഖലയിലൊക്കെ നടപ്പിലാക്കിയ രീതി പോലെ മാനേജ്മെൻറ്റ് കൊടുക്കുന്നതിന് കൂടുതൽ അഡീഷണൽ ആയിട്ട് ഗവൺമെൻറ് തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് ഒരു ആശ്വാസ വേതനം കൊടുക്കണം. ഇവിടെ PLC അഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് വർഷം 1 കഴിഞ്ഞു. ഇതുവരെ PLC അഗ്രിമെൻറ്റ് പുതുക്കിയിട്ടില്ല. അങ്ങനെ എല്ലാ രീതിയിലും തൊഴിലാളികളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവണതയാണ്. തീരുമാനം ഇനിയും നീളുകയാണെങ്കിൽ ഈ ആവശ്യം സജീവ ചർച്ചയായി ഉയർന്നു വരാനിടയുണ്ട്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. പുൽപ്പള്ളി, മരക്കടവ്, പെരിക്കല്ലൂർ പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കടുവാശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ കടുവയെ കൂടുവെച്ച് പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉന്നതതല വനം വകുപ്പ് അധികൃതർ ഉറപ്പു നൽകിയതായി IC ബാലകൃഷ്ണൻ MLA. കടുവയെ കൂടുവെച്ച് പിടികൂടുന്നതിന് പാലക്കാട് CCFന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. മരക്കടവ് ഭൂതാനം കുന്നിൽ കടുവ പശുവിനെ ആക്രമിച്ച പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MLA. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ നേതൃത്വത്തിലൂടെ ഒരു ജനകീയ കമ്മിറ്റി കൂടി, അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ കൂടി ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ DFOൻ്റെ നേതൃത്വത്തിൽ
ഈ പ്രദേശത്തെ കടുവയിറങ്ങിയുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അടിയന്തരമായി കൂട് സ്ഥാപിക്കണമെന്നുള്ള റിപ്പോർട്ട് വൈൽഡ് ലൈഫ് ചീഫ് വാർഡൻ തിരുവനന്തപുരം അവർക്ക് നൽകിക്കഴിഞ്ഞു. ചട്ടം പാലിക്കാതെ നടത്തുന്ന നിർമ്മാണത്തിന് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഒത്താശ ചെയ്യുകയാണെന്ന് ചുരൽമല സ്വദേശി മേലേക്കാട്ട് അബ്ദുൽ ജലീൽ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കെട്ടിട നിർമ്മാണ ചട്ടം പൂർണ്ണമായും ലംഘിച്ചും തന്റെ ഭൂമി കയ്യേറിയും വെള്ളാഞ്ചേരി ഹംസ എന്നയാൾ നടത്തുന്ന അനധികൃത നിർമ്മാണത്തിനെതിരെ പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിനാൽ തന്നെ താൻ DDPക്ക് പരാതി നൽകിയതായും ജലീൽ പറഞ്ഞു. അതായത് 2016 4 മാസം ഈ സ്ഥലത്തിനായിട്ട് കേസ് നടന്ന നിലവിലുണ്ട്. ഈ കേസ് നിലനിൽക്കുമ്പോൾ 6 മാസത്തിൽ ഈ സ്ഥലം ഹംസ എന്നൊരാൾ കൈമാറിയ ആളുടെ അടുത്ത് നമ്മൾ വിളിച്ചിട്ട് അതിൻ്റെ അതിർത്തി കാണിച്ചു കൊടുത്തു. ഈ സ്ഥലത്ത് കമ്മീഷൻ റിപ്പോർട്ട് സർവേകൾ വന്നിരുന്നു. അവിടെ വന്ന് അവർ പറഞ്ഞു ഈ സ്ഥലത്ത് ഇത് നിങ്ങളുടെ കൈകേറിയിട്ടുണ്ട് ഭൂമി, അതുകൊണ്ട് 2 കൂട്ടരും ഈ സ്ഥലത്ത് ഒരു പ്രവർത്തികൾ നടത്തരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. അതിനുശേഷം 10 ദിവസങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്ത് ഇവർ പഞ്ചായത്തിൽ പെർമിഷൻ എടുത്തുകൊണ്ട് ബിൽഡിംഗ് പണി ആരംഭിച്ചു. ബിൽഡിംഗ് പണി ആരംഭിച്ചപ്പോൾ എൻ്റെ ഭാര്യ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. വാളാട് പുത്തൂർ പാക്കട്ടിക്കവല നാഗത്താൻകുന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ റോഡിൽ അപകടങ്ങളും പതിവാകുകയാണ്. എത്രയും വേഗം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ആവശ്യം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന 800 മീറ്റർ പഞ്ചായത്ത് റോഡിൽ 50 മീറ്റർ മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ മുൻപെങ്ങു പാകിയ ബോളർ ഇളകി ഇവിടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. പ്രദേശത്തെ താമസക്കാരനും വികലാംഗനുമായ മണിസ്വാമിക്ക് ബ്ലോക്ക് സൗജന്യമായി വാഹനം നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവഴിയുള്ള യാത്രയിൽ പല തവണയാണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഞായറാഴ്ച ദിവസം എനിക്ക് പള്ളിയിൽ പോകണം. 7 മണിക്കാണ് കുർബാന. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 6 മണിയായാലും റോഡിൽ ഇറങ്ങാൻ പറ്റിയല്ല. രാത്രിയായിട്ട് പല കുണ്ടിലും കുഴിയിലും ചാടി കല്ലെല്ലാം താണ്ടി കണ്ണം കിട്ട് അടിച്ച് തൊലി പോയാണ് ഞാൻ റോഡിലിറങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് വഴി ആവശ്യമാണ്. പിന്നെ കുഞ്ഞു പിള്ളേർ പിന്നെ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും പിള്ളേർ വളരെ ത്യാഗങ്ങൾ സഹിച്ചാണ് റോഡിലിറങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് റോഡ് കിട്ടിയേ പറ്റൂ. പ്രായമായവരും കുട്ടികളും വളരെ പ്രയാസപ്പെട്ടാണ് കുത്തനെയുള്ള ഈ റോഡ് വഴി യാത്ര ചെയ്യുന്നത്. വേനൽക്കാലത്ത് പോലും ഓട്ടോ ടാക്സി വാഹനങ്ങൾ ഇതിലൂടെയുള്ള സവാരി ഒഴിവാക്കുകയാണ്. ഈ കാലവർഷത്തിനു മുൻപെങ്കിലും റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വയനാട് വിഷൻ, വാളാട്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ, നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. എടവക ഗ്രാമപഞ്ചായത്തിലെ പാണ്ടിക്കടവ് മുതൽ എടവക വരെ വിവിധ സ്ഥലങ്ങളിലായി ദിവസങ്ങളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ മാനന്തവാടി ചൂട്ടക്കടവിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി. എന്നാൽ ഓഫീസിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് സ്ഥിരം സംഭവമാണെന്നും നാട്ടുകാർ ആരോപിച്ചു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായെങ്കിലും അധികൃതർ മൗനത്തിലാണ്. മാധ്യമങ്ങൾ വിവരമറിഞ്ഞെത്തിയതോടെ അധികൃതർ വെള്ളവിതരണം നിർത്തിവെക്കുകയായിരുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. താഴെങ്ങാടി പാണ്ടിക്കടവ് കല്ലോടി റോഡ് മാസങ്ങളായി PHDയുടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി റോഡിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുകയാണ്. ഈ വരൾച്ച സമയത്ത് നാട്ടുകാർക്ക് വെള്ളം കുടിക്കാനില്ലാത്തപ്പോൾ വെറും നിരുത്തരവാദപരമായിട്ടാണ് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ള ആളുകൾ പെരുമാറുന്നത്. ഒരു സമയത്ത് ഞങ്ങൾ ഒരു 10 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ഈ ഓഫീസിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ വേണ്ടി വന്നപ്പോൾ എപ്പോഴും അവധിയാണ്, സൈറ്റിലാണ്, അല്ലെങ്കിൽ മീറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തമില്ലാതെ അവർ മാറി നിൽക്കുകയാണ്. പലവട്ടം, അതായത് ഇപ്പോൾ റോഡ് അവിടെ ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് ടാറിങ് ചെയ്യുന്നതിന് മുമ്പേ വെള്ളം പൊട്ടിയൊലിക്കുന്നത് നിർത്തുവാനും അതുപോലെ തന്നെ വേണ്ട റിപ്പയറുകൾ ചെയ്യുവാനും വേണ്ടിയിട്ട് ഇവരോട് ഒരുപാട് തവണ ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും കൂടെ വന്ന് ബോധിപ്പിച്ചു. ഒടുവിൽ അധികൃതർ കനിഞ്ഞു. ശാന്തമ്മ റേഷൻ കാർഡ് ഉടമയായി. സമീപത്തെ സ്കൂളിൽ നിന്നും ലഭിക്കുന്ന ഉച്ചക്കഞ്ഞിയും കഴിച്ച് വാളാട് ഹൈസ്കൂൾ മുണ്ടിയാടി പടിപ്പുരയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആദിവാസി വൃദ്ധ ശാന്തമ്മയുടെ ജീവിതകഥ മുൻപ് വയനാട് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഒടുവിൽ അധികൃതർ കനിഞ്ഞു. ശാന്തമ്മയും റേഷൻ കാർഡിന് ഉടമയായി. സമീപത്തെ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഉച്ചക്കഞ്ഞിയും കഴിച്ച വാളാട് ഹൈസ്കൂൾ മുണ്ടിയാടി പടിപ്പുരയ്ക്കൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആദിവാസി വൃദ്ധ ശാന്തമ്മയുടെ ജീവിതകഥ മാസങ്ങൾക്ക് മുമ്പ് വയനാട് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതറിഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ സ്ഥലത്തെത്തുകയും ജീവിത സാഹചര്യമൊരുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിലൊന്നായിരുന്നു റേഷൻ കാർഡും. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും റേഷൻ കാർഡ് ലഭിച്ചിരുന്നില്ല. ഇത് കാരണം ആദിവാസികൾക്ക് ലഭ്യമായിരുന്ന സൗജന്യ അരിയും മണ്ണെണ്ണയും പോലും ഇവർക്ക് ലഭിച്ചിരുന്നില്ല. ഇതു പരാമർശിച്ചുകൊണ്ട് വയനാട് വിഷൻ വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തുടർന്ന് തവിഞ്ഞാൽ സപ്ലൈ ഓഫീസർ സത്വര നടപടി സ്വീകരിക്കുകയും 7 ദിവസങ്ങൾക്കകം റേഷൻ കാർഡ് ലഭിക്കുന്ന സാഹചര്യവുമുണ്ടായി. ഇന്ന് രാവിലെ തവിഞ്ഞാൽ ട്രൈബൽ ഓഫീസർ ശാന്തമ്മയുടെ വീട്ടിലെത്തുകയും വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ റേഷൻ കാർഡ്
ശാന്തമ്മയ്ക്ക് നൽകുകയും ചെയ്തു. വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു റേഷൻ കാർഡ് എന്നുള്ളത്. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ റേഷൻ കാർഡിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പഞ്ചായത്ത് ഈ വാർഡിൻ്റെ മെമ്പറായിരുന്നപ്പോഴും ഈ കാര്യങ്ങൾക്ക് ഇടപെട്ടതാണ്. പക്ഷേ ഈ സ്ഥലത്തിന് യാതൊരുവിധ രേഖയോ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ നമ്പറും ഓണർഷിപ്പും ഒന്നും കിട്ടാത്തത് കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓണർഷിപ്പ് കൊടുക്കാതെ റേഷൻ കാർഡ് തരില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ഇടപെട്ടതാണ്. അപ്പോൾ ഏതായാലും ശാന്തമ്മയ്ക്ക് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് അന്ന് സംസാരിച്ചപ്പോൾ 4 ആവശ്യങ്ങളായിരുന്നു ശാന്തമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തത് നമ്മുടെ ഈ റേഷൻ കാർഡ് തന്നെയായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് കൊടുക്കുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചായിരുന്നു. അപ്പോൾ ഓൺലൈനിലായതുകൊണ്ട് അതിൻ്റെ ഇപ്പോഴാണ് അതിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ റേഷൻ കാർഡ് കൊടുക്കാൻ കഴിഞ്ഞത്. ദേവദാസ്, വയനാട് വിഷൻ, വാളാട്. മത്സ്യസമ്പത്തിന്റെ വരവറിയിച്ച് നീർനായ്ക്കൾ പനമരം പുഴയിലും. പനമരത്തെ നടവയൽ റോഡിലുള്ള ക്രിസ്ത്യൻ പള്ളിയുടെ പുറകിൽ പമ്പ് ഹൗസിന് സമീപത്തുള്ള പുഴയിലാണ് നീർനായ്ക്കളെ കണ്ടത്. മത്സ്യങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന പുഴയിലാണ് നീർനായ്ക്കളെ സാധാരണയായി കാണാറുള്ളത്. മനുഷ്യനെ ആക്രമിക്കുന്ന പ്രകൃതക്കാരല്ലെങ്കിലും തരം കിട്ടിയാൽ മനുഷ്യരെ ഇവ കടിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. എന്തായാലും പനമരം ചെറുപുഴയിൽ ധാരാളം മത്സ്യങ്ങൾ ഉണ്ടെന്നതിനുള്ള തെളിവായാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിവുള്ളവരുടെ അഭിപ്രായം. മീൻ കൂടിയതുകൊണ്ടാണെന്ന് നീർനായ്ക്കൾ അധികം അവിടെ കാണുന്നുണ്ട്. പിന്നെ ചേണുകണ്ണി മുതൽ അതും ഉണ്ട്. എന്തായാലും മീൻ വല്ലാണ്ടുണ്ടോ എന്നുള്ള പ്രളയം ബാധിച്ചവർക്ക് മീൻ വല്ലാണ്ട് കയറിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എത്ര നീർനായ്ക്കളെ കണ്ടിട്ടുണ്ട് ഇവിടെ? ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ വർഷങ്ങളായി ജോലിയെടുത്ത താൽക്കാലിക ജീവനക്കാരെ അകാരണമായി പിരിച്ചുവിട്ടതായി പരാതി. 6 പേരെയാണ് പിരിച്ചുവിട്ടത്. ക്ലീനിംഗ് ജോലികളെടുത്ത നിർധനരായ 3 പേർ അടക്കം പിരിച്ചുവിട്ടവരിൽ പെടുന്നു. 2010 മുതൽ ജോലിയെടുക്കുന്നവരാണ് ഇവരിൽ പലരും. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ നോട്ടീസ് ബോർഡിലാണ് പിരിച്ചുവിട്ട വിവരം പതിച്ചത്. തങ്ങൾക്ക് പകരക്കാരായി 6 പേരെ നിയമിക്കുകയും ചെയ്തു. പിരിച്ചുവിട്ട നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ആശുപത്രി സൂപ്രണ്ട്, DMO, ജില്ലാ കളക്ടർ എന്നിവർക്ക് നിവേദനം നൽകിയതായും ഇവർ പറഞ്ഞു. 10 വർഷമായിട്ട് കൽപ്പറ്റ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ട് വരികയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പിരിച്ചു വിട്ടവർ എന്താ കാരണം ചോദിച്ചപ്പോൾ ഒന്നും അവർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്താ കാരണമെന്ന് അവർ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം ഞങ്ങൾ ആസ്പത്രിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. ഞങ്ങൾ രാവും പകലും പണിയെടുത്ത ആൾക്കാരാണ്. എല്ലായിടത്തും ഇതുവരെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഒന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. എത്ര സമയം ചോദിച്ചാൽ ഞങ്ങൾ സമയം നോക്കാണ്ടാണ് ഞങ്ങൾ പണിയെടുത്തത്. 6 മണി തൊട്ട് 8 മണി വരെ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിരിച്ചുവിടൽ ഒരു വ്യവസ്ഥാപിതമായ രീതിയിലാണോ നടന്നിട്ടുള്ളത്? ഞങ്ങളോട് 5-ാം തീയതി വരെ ഞങ്ങൾ ഡ്യൂട്ടി എടുത്തതാണ്. പുതിയ ആൾക്കാരും ജോയിൻ ചെയ്തിട്ട് അവരവരെ പാട്ടിന് പോയി ഒരു പണിയെടുക്കാണ്ട് അവർക്ക് അന്നത്തെ ശമ്പളം കിട്ടുകയും ചെയ്യും. എന്താ കാരണം എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഒരു കാരണമല്ലാണ്ട് ഞങ്ങളത് ഒഴിവാക്കി. വേനൽ കനത്തതോടെ തോട്ടം തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തവിഞ്ഞാലിൽ തൊഴിലാളിക്ക് സൂര്യാഘാതമേറ്റ സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ആവശ്യം ഉയർന്നുവരുന്നത്. മുൻ വർഷങ്ങളിൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ തോട്ടം തൊഴിലാളികളുടെ ജോലി സമയത്തിൽ പുനഃക്രമീകരണം നടപ്പാക്കിയിരുന്നു. ജില്ലാ ഭരണകൂടം നേരിട്ട് ഇടപെട്ടുകൊണ്ടായിരുന്നു ആ സമയക്രമീകരണം നടപ്പാക്കിയത്. രാവിലെ 7 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 2 മണിയോടെ ജോലി അവസാനിക്കുന്ന വിധത്തിലായിരുന്നു മുൻകാലങ്ങളിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കൊടും ചൂടിൽ ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ. അതോടൊപ്പം തന്നെ ജോലി സ്ഥലത്ത് തൊഴിലാളികൾക്ക് ആവശ്യമായ തോതിൽ ശുദ്ധജലം ലഭ്യമാക്കണമെന്നും സർക്കാർ നിർദ്ദേശമുണ്ട്. അതും പല മാനേജ്മെന്റുകളും പാലിക്കാത്ത സ്ഥിതിയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ജോലി സമയ ക്രമീകരണം, കുടിവെള്ളം എന്നീ ആവശ്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്ന് തങ്ങൾ നിവേദനത്തിലൂടെ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വയനാട് തോട്ടം തൊഴിലാളി യൂണിയൻ AITUC ഭാരവാഹിയായ A. ബാലചന്ദ്രൻ പറയുന്നു. തോട്ടം തൊഴിലാളികൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നേരിട്ട് സൂര്യപ്രകാശത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ പകൽച്ചൂട് മുഴുവൻ നേരിട്ട് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ജോലി സമയം സാധാരണ ഇക്കാലയളവിൽ ക്രമീകരിക്കാറുണ്ട്. ഇത്തവണ അത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തോട്ടം തൊഴിലാളികളുടെ ജോലി സമയം എത്രയും പെട്ടെന്ന് ക്രമീകരിക്കണമെന്ന് വയനാട് തോട്ടം തൊഴിലാളി യൂണിയൻ കലക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൂടാതെ പല തോട്ടങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം ഈ സമയത്ത് ജോലി സ്ഥലങ്ങളിൽ കൊടുക്കണം എന്ന് വ്യവസ്ഥയുണ്ട്. അത് ചെയ്യാറില്ല. അതിനും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യമുയർന്നത്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. കാർഷിക മേഖലയ്ക്കും പ്രളയാനന്തര പുനർനിർമ്മാണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ഉൽപാദന, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലയിലും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആൻഡ്രൂസ് ജോസഫ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി അധ്യക്ഷയായിരുന്നു. MC ഇബ്രാഹിം ഹാജി, ആത്തിക്ക ഭായ്, സക്കീന കുടുവ, A. ജോണി തുടങ്ങിയവർ സംസാരിച്ചു.
വെള്ളമുണ്ടയ്ക്കായി അനുവദിച്ച ITIയുടെ പ്രവർത്തനം ഊർജിതം. വിദ്യാർത്ഥികൾക്കായുള്ള പ്രവേശന ഫോറങ്ങൾ നൽകി തുടങ്ങി. അടുത്ത മാസം തന്നെ ക്ലാസ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. വെള്ളമുണ്ടയിൽ തുടങ്ങുന്ന ITIയുടെ പ്രവർത്തനമാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഊർജിതമാക്കിയത്. വിദ്യാർത്ഥികൾക്കായുള്ള പ്രവേശന ഫോറങ്ങൾ വിതരണം ചെയ്തു തുടങ്ങി. വെള്ളമുണ്ട പഞ്ചായത്ത് ജനസേവന കേന്ദ്രം, നെന്മേനി വനിതാ ITI, കൽപ്പറ്റ ITI എന്നിവിടങ്ങളിൽ നിന്നും പ്രവേശന ഫോറങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഫോറം പൂരിപ്പിച്ച് നൽകേണ്ട അവസാന തീയതി ഈ മാസം 20 അടുത്ത മാസം തന്നെ ക്ലാസുകൾ തുടങ്ങാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിനായി ITI ജനകീയ ആക്ഷൻ കമ്മിറ്റി സജീവമായി ഇടപെടുന്നുണ്ട്. അടുത്ത മാസം വാടക കെട്ടിടത്തിൽ പഠനം തുടങ്ങും. ജനാധിപത്യ സർക്കാർ വെള്ളമുണ്ട പഞ്ചായത്തിന് നൽകിയിട്ടുള്ള ഒരു സമ്മാനമാണ് ITI. ഇപ്പോൾ ഈ ITI കഴിഞ്ഞ ബഡ്ജറ്റിലാണ് വന്നതെങ്കിൽ ഇപ്പോൾ ആ ITI അനുവദിച്ചുകൊണ്ട് അവിടെ ജീവനക്കാരെ പോസ്റ്റ് ചെയ്യുന്നതിനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ITIയുടെ കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കുകയും ആ അപേക്ഷയുടെ മേലുള്ള നടപടികൾ ഈ വെള്ളമുണ്ട പഞ്ചായത്തിലെ പ്രത്യേകമായി ഓഫീസ് തുറന്നുകൊണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. വെള്ളമുണ്ട കുനിങ്ങാരത്ത് അബൂട്ടി ഹാജി ആൻഡ് PC കേശവൻ മാസ്റ്റർ വിന്നേഴ്സ് എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയും ഫഹദ് അഫ്സൽ മെമ്മോറിയൽ റണ്ണേഴ്സ് അപ്പ് എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയും 2 ലക്ഷം രൂപ പ്രൈസ് മണിക്ക് വേണ്ടിയും കെയർ ചാരിറ്റബിൾ ട്രസ്റ്റും ചാൻസലേഴ്സ് ക്ലബ്ബ് വെള്ളമുണ്ടയും സംയുക്തമായി 5 നിർധന കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം ലക്ഷ്യം വെച്ച് നടത്തുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരവം 19 വ്യാഴാഴ്ച നടന്ന മത്സരത്തിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയികളായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ AYC ഉച്ചാരക്കടവ് വയനാടൻ ശക്തികളായ നയന കമ്മോം AFC വയനാടുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. കശ്മീർ പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരചരമമടഞ്ഞ ജവാൻ വസന്തകുമാറിന് നാടിന്റെ കണ്ണീർ പ്രണാമം. ലക്കിടി സ്വദേശി CRPF ജവാൻ വസന്തകുമാറിന്റെ ഭൗതിക ശരീരം നാളെ ഉച്ചയോടെ സംസ്ഥാന സൈനിക ബഹുമതികളോടെ തൃക്കൈപ്പറ്റയിൽ സംസ്കരിക്കും. അനുശോചനമറിയിച്ച് നാടൊന്നാകെ. നെന്മേനി പഞ്ചായത്ത് മംഗലം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് അട്ടിമറി വിജയം. ഇടതുഭരണ സമിതിക്ക് ഇനി കോൺഗ്രസ് പ്രസിഡന്റ്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷിഭേദമില്ലാതെ സഹകരിക്കുമെന്ന് പത്മനാഭൻ. ജയിച്ച് മണിക്കൂറുകൾക്കകം സത്യപ്രതിജ്ഞ. ജില്ലയിൽ കാർഷിക വികസന സമിതി രൂപീകരിച്ചു. ജില്ലയിൽ പൊഴുതന പഞ്ചായത്ത് പ്രസിഡന്റ് NC പ്രസാദും പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശും അംഗങ്ങൾ. നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാത അട്ടിമറിക്കെതിരെ ഫെബ്രുവരി 16 സായാഹ്ന ധർണ. റെയിൽപാത അട്ടിമറി വയനാട്ടുകാരോടുള്ള വെല്ലുവിളിയെന്ന് ആക്ഷൻ കമ്മിറ്റി. തോട്ടം തൊഴിലാളികളുടെ വേതന വർധനവ് അനന്തമായി നീളുന്നു. ആശ്വാസവേതനം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് INTUC. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.